നാച്ചുറലായിട്ടുള്ള സ്റ്റാർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് കൊണ്ടുപോകാം. ഇവ ചാടിയും ചരിഞ്ഞും ഒക്കെ കത്തുന്ന LED ലാമ്പുകൾക്കിടയിൽ ഇത് ഒരെണ്ണം കിടക്കട്ടെ എന്ന് വിചാരിക്കാം. പുതുവത്സരത്തെ പഴയക്കാൻ നമുക്ക് ഇച്ചിരി പഴമയോടുകൂടി ചിന്തിച്ചാൽ എന്താ കുഴപ്പം? അത് മാത്രമല്ല, വേറെ പല ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഈറയിൽ തയ്യാറാക്കിയ പല ഐറ്റംസ് ഉണ്ട് ഇവിടെ. വളരെ ക്രിയാത്മകമായിട്ട് നിർമ്മിച്ച വള്ളങ്ങളൊക്കെ ഉണ്ട്. ചില സാധനങ്ങളൊക്കെ വീട്ടിനെ അലങ്കരിക്കും. അതാ ആലപ്പുഴ ഹൗസ് ബോട്ടിൽ പോയില്ലേലും ഇവിടെ വന്നാലൊരു ചെറിയ ഹൗസ് ബോട്ട് കാണാൻ നോക്കും. ഹാൻഡ് മെയ്ഡ് തന്നെയല്ലേ. കുറേ നേരം ഇരുന്ന് ഒരാൾ ഇരുന്ന് പണിഞ്ഞ് കുറേ ശ്രമം, കുറേ അവരുടെ ഒരു എഫർട്ടിനെ നമ്മൾ മാനിക്കുക. അത് നമ്മൾ ഒരുപാട് സാധനങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലൊക്കെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അതൊരു ചന്തമാണ്. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ, ന്യൂ ഇയർ ആശംസകൾ എല്ലാം നേരെയാണ് ഈ നാടൻ സ്റ്റാറിൻ്റെ മുമ്പിൽ നിന്ന്. നാച്ചുറലായിട്ടുള്ള സ്റ്റാർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് കൊണ്ടുപോകാം. ഇവ ചാടിയും ചരിഞ്ഞും ഒക്കെ കത്തുന്ന LED ലാമ്പുകൾക്കിടയിൽ ഇത് ഒരെണ്ണം കിടക്കട്ടെ എന്ന് വിചാരിക്കാം. പുതുവത്സരത്തെ പഴയക്കാൻ നമുക്ക് ഇച്ചിരി പഴമയോടുകൂടി ചിന്തിച്ചാൽ എന്താ കുഴപ്പം? അത് മാത്രമല്ല, വേറെ പല ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഈറയിൽ തയ്യാറാക്കിയ പല ഐറ്റംസ് ഉണ്ട് ഇവിടെ. വളരെ ക്രിയാത്മകമായിട്ട് നിർമ്മിച്ച വള്ളങ്ങളൊക്കെ ഉണ്ട്. ചില സാധനങ്ങളൊക്കെ വീട്ടിനെ അലങ്കരിക്കും. അതാ ആലപ്പുഴ ഹൗസ് ബോട്ടിൽ പോയില്ലേലും ഇവിടെ വന്നാലൊരു ചെറിയ ഹൗസ് ബോട്ട് കാണാൻ നോക്കും. ഹാൻഡ് മെയ്ഡ് തന്നെയല്ലേ. കുറേ നേരം ഇരുന്ന് ഒരാൾ ഇരുന്ന് പണിഞ്ഞ് കുറേ ശ്രമം, കുറേ അവരുടെ ഒരു എഫർട്ടിനെ നമ്മൾ മാനിക്കുക. അത് നമ്മൾ ഒരുപാട് സാധനങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലൊക്കെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അതൊരു ചന്തമാണ്. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ, ന്യൂ ഇയർ ആശംസകൾ എല്ലാം നേരെയാണ് ഈ നാടൻ സ്റ്റാറിൻ്റെ മുമ്പിൽ നിന്ന്. എന്താണ് പൂക്കൂടെ? മീൻസ് ഫ്ലവർ വേസ്. വെള്ളം എടുത്ത് വയ്ക്കാം. ഓ ശരി. നമ്മുടെ സരസ്മേളയുടെ ഏതാണ്ട് ഒരു തുടക്കമായിട്ടുള്ളൂ. നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതാ ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, നല്ല ശബ്ദം. ഇതിങ്ങനെ കാറ്റടിച്ച് ഉണ്ടാകുന്ന ഈ ശബ്ദത്തിന് എന്തൊരു സുഖമാണെന്ന് അറിയാം. വീട്ടുകളിലൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരുമെന്നാണ് പറയുന്നത് അല്ലേ? കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ മിക്കവാറും വീടുകളിലൊക്കെ കൊണ്ട് കുറച്ച് നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ടുള്ളതുണ്ട്. ഇതിനകത്ത് ഇപ്പം മെറ്റൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും കൗതുകമായിട്ട് തോന്നിയൊരു സാധനം എന്താ, ഇത് ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ഫ്ലവർ വൈസ് ആണെന്ന്. പക്ഷെ അങ്ങനല്ല, ഇതിനകത്ത് വെള്ളം പിടിച്ച് വയ്ക്കാവുന്നത്. ഇത് മുളയാണ്. ഇതിനകത്ത് ഒഴിച്ച് വയ്ക്കുന്ന വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഹെൽത്തിയാണ്. പണ്ട് ആദിവാസികൾ മുളയിലാണല്ലോ വെള്ളം എടുത്ത് ശേഖരിച്ചിരുന്നത്. അപ്പോൾ അതെ ഇത്രയും അതെ ഇത്രയും വലിയ വീതിയുള്ള മുളയൊക്കെ നമ്മൾ റെഗുലറായിട്ട് കാണാറില്ല. വന്ന് നോക്ക് അകത്തോട്ട് അടുത്ത്. ഇപ്പം ഈ നഗരത്തിൽ ജീവിക്കുന്നവരുമായിട്ടുള്ള ബന്ധം കൊണ്ട് തുടങ്ങിയത് കാരണം ആദിവാസികൾക്ക് അസുഖമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ വെള്ളം കോരി ഇങ്ങനെ പണ്ട് സ്ത്രീകൾ നടന്നു പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാമായിരുന്നു. ഇത് പിന്നെ കുടമായി, കലമായി. അത് കഴിഞ്ഞിട്ട് ഇപ്പം പിന്നെ ടാപ്പ് തുറക്കുമ്പോൾ അല്ലെ കൈ കാണിച്ച ഉടനെ വെള്ളം വരുന്ന സംവിധാനമായി. അതൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു അല്ലേ? ഇതെവിടെ നിന്നാണ് വരുന്നത്? വയനാടാണ്. വയനാട് ആദിവാസി മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾ പ്രവർത്തനങ്ങൾ അല്ലേ? അവിടെ ഉള്ളവരുണ്ടാക്കുന്നതാണോ ഇതൊക്കെ? അതോ ഉണ്ടാക്കുന്നതല്ല നമ്മൾ തന്നെ, പക്ഷേ പ്രോഡക്റ്റ് അവരുടെ അടുത്ത് എടുക്കും. അവർ ഇതൊക്കെ കൊണ്ടുവരുമായിരിക്കും. മുളകൊക്കെ അവരുടെ ശേഖരിക്കും. ഇത് പുട്ടോടോ? പുട്ട് കുത്തി ഇറക്കുന്ന സാധനമാണ് ഇതല്ലേ? ശരി. അപ്പം അങ്ങനെ ഈ ഇത്തരം മുളകളിൽ നിന്ന് അതെ ഇത് വരുന്നവർ കാണുന്നവർക്ക് ഇഷ്ടപ്പെടുകയും വാങ്ങിക്കുകയും ചെയ്യാറുണ്ടല്ലേ? ഓക്കെ കാണാം. എല്ലാം കഴിക്കാനുള്ള ഐറ്റംസ് ആണല്ലേ? തവികൾ. ഇത് തഴപ്പ കൊണ്ടുള്ള സാധനങ്ങളാണല്ലേ? നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? കുതിരപ്പന്തി. തഴവാന്ന് വരുവാണ്. എൻ്റെ വീട് തഴവാല് AVHS-ന് ആറ്റുവിലാ സ്കൂളിൻ്റെ അടുത്താണ്. ഞാനിവിടെ എറണാകുളത്ത് താമസിക്കുന്നു. ഇത് തഴവായി ആ കാർട്ടൺ തരൂ. കൈതയുണ്ട്. കൈത അരിഞ്ഞെടുക്കും. അരിഞ്ഞെടുത്തിട്ട് അതിൻ്റെ സൈഡിലെ മുള്ള്, രണ്ട് സൈഡിലെ മുള്ള് ഇവർ കളയും. അതിന് പ്രത്യേകം ഇവരുടെ കയ്യിൽ ഒരു നാര് കെട്ടിയിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ അത് നാര് മുറിഞ്ഞ് കളയും. എന്നിട്ട് അതിനെ പുഴുങ്ങിയെടുക്കും, ഉണങ്ങിയെടുക്കും. ഇതിപ്പോൾ കളർ ചെയ്തോ? പിന്നെ ഇതിനെ നിവർത്തിയെടുക്കും.
അതെ, ചുരുണ്ട് വരുന്ന സാധനത്തിന് നിവർത്തിയെടുക്കും. ഇത് അവർ കുറേ പണി, അതെ, കുറേ പണികൾ ചെയ്യും. എന്നിട്ട് മെത്തപ്പ എന്ന് പറഞ്ഞിട്ടൊരു സാധനം, ഇതൊരു മെത്തപ്പ, ഇത് രണ്ട് ലെയറുണ്ട്. അതുകൊണ്ട് ഇത് മെത്തപ്പയാവും. തടുക്ക്, പണ്ടത്തെ തടുക്കെന്ന് പറഞ്ഞ സാധനമുണ്ട്. പണ്ട് നമ്മൾ ഇരിക്കാൻ ഉപയോഗിച്ചിരുന്ന തടുക്കലാണ്. അതെ അതെ, തടുക്ക് ഇതിനകത്തിരിക്കും. ഉദാഹരണം വിരിച്ചിട്ടിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കാം. പണ്ട് നമ്മൾ കസേരയൊക്കെ കണ്ടുപിടിക്കുന്ന കാലത്തിന് മുമ്പ് നമ്മൾ ഇരിക്കാൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ തടുക്ക്, അത് കിടക്കാൻ ഉപയോഗിച്ച പായ. ഇത് തഴപ്പ എന്ന് പറയുന്നത് കൈതയിൽ നിന്നുണ്ടാക്കുന്ന പ്രോഡക്റ്റുകളാണ്. അപ്പോൾ അങ്ങനെ പ്രകൃതിയിൽ നിന്നുണ്ടാക്കുന്ന ഒരുപാട് സാധനം, അതിനിപ്പോൾ ഒരുപാട് മൂല്യവർദ്ധിത ഐറ്റംസ് ആക്കിയിട്ടുണ്ട്. ആ ബാഗൊക്കെ ആക്കിയിട്ടുണ്ട്. ഇത് ഫയൽ വയ്ക്കാനുള്ള ബാഗുകളൊക്കെ ആക്കിയിട്ടുണ്ട്. പേഴ്സ് ആക്കിയിട്ടുണ്ട്. പെൻ സ്റ്റാൻഡ് ഉണ്ട്. അതെ അതെ, ടീ പോസ്റ്റർ ഉണ്ട്. ഇത് വൈൻ ബോട്ടിൽ, സംഭവം സെറ്റപ്പ് എല്ലാം ഉണ്ട്. എല്ലാ സംഭവങ്ങളും ഉണ്ട്. അങ്ങനെ കൈത, നമ്മുടെ കൈതപ്പൂവിൻ കണ്ണിക്കും എന്നിട്ട് ആ കൈതപ്പൂവിൻ്റെ പാട്ടല്ലേ, ആ കൈതയിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങളാണിത്. അങ്ങനെ പ്രകൃതിയിൽ നിന്ന് പലതും നമുക്ക് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതെല്ലാം ഈ സരസ് മേളയിൽ വന്നാൽ കാണാൻ പറ്റും. ആൻഡ് കുഞ്ഞുമോൾസ് ഫുഡ് പ്രൊഡക്ട്സ്. ആരാണ് കുഞ്ഞുമോള്? അമ്മയാണ് കുഞ്ഞുമോള്. ഇത് വലിയ മോളാണോ? ശരി. അല്ല, ഇതൊക്കെ എന്തൊക്കെയാണെന്നും കൂടെ പറയാം. എന്തിൻ്റെ? കോക്കനട്ടിൻ്റെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ അല്ലേ? തേങ്ങ വെച്ച് ഉണ്ടാക്കിയ പ്രോഡക്റ്റുകളാണെന്നാണ് ഇത്. തേങ്ങ വെച്ച് ചെയ്തതാണ്. ഇതെന്താണ് ഐറ്റം? ചമ്മന്തിപ്പൊടിയാണ്. എരിയുള്ളതല്ലേ? മധുരമുള്ളതല്ലാണെങ്കിൽ കൊള്ളാം. ഇനിയിപ്പം വെള്ളം കുടിക്കേണ്ടി. തേങ്ങ കൊണ്ടുള്ള ചക്ക വരട്ടിയോ? ആ, ഇത് ചക്ക കൊണ്ടുള്ള അല്ലേ? ഒരെണ്ണം മതി. എടുത്തോ, നീ എടുത്തോ, നീ എടുക്കാൻ. മധുരം കുറവാണല്ലോ. ഞാന് അവിടെ മറ്റേ ഇല കഴിച്ചു, ഷുഗറിന്റെ ഇത് കുറയ്ക്കാനുള്ള ഇല കഴിച്ചു. ഇത് മധുരമുള്ളതാണോ? അവലൂസ് ഉണ്ടാ? അവലൂസ് ഉണ്ടാക്കാൻ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസാണ്. നീ മധുരം ഉണ്ടായിരുന്നോ? എനിക്ക് ആ ഇല കഴിച്ചുകൊണ്ട് മധുരമില്ല. ഷുഗർ കുറയാനുള്ള ഒരു ഇല ആദിവാസി അത് കഴിച്ചു നോക്കാൻ പറഞ്ഞു. പിന്നെ മധുരം ഉണ്ടാകത്തില്ലോ. മതി. അപ്പം ഇതെല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഇതുപോലെ കുടുംബശ്രീ മേളകളിൽ പോകും. കുടുംബശ്രീ മേളകൾ മാത്രമുള്ള അതോ അല്ലാതെയുള്ള സ്ഥലം എവിടെയായിരുന്നു? ഏരൂർ. അതെവിടെ? കൊല്ലത്ത് അഞ്ചലിനടുത്താണ് ഈ ഏരൂർ. ഇവിടെ എറണാകുളത്ത് ഏരൂരാണ് ഞാൻ താമസിക്കുന്നത്. അതെ അതെ. അപ്പം ഇത് എത്ര ദിവസം മേളയുള്ള ദിവസം നിങ്ങൾ ഇവിടെ തന്നെയാണ്? വരുന്നവരെല്ലാം ഇതൊക്കെ വാങ്ങിക്കുകയും നോക്കി ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ? തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ആളുകൾ ഇവിടെ നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ഉള്ള പ്രോഡക്റ്റുകൾ ഏതൊക്കെ ഈ ഇപ്പോൾ തന്ന ഉരുക്ക് വെളിച്ചെണ്ണ? അതിപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. പക്ഷേ നമുക്ക് ഇത് അവൈലബിൾസ് ഉണ്ട്. ശരിക്കും നമ്മൾ ഈ ആധുനികമായിട്ട് കിട്ടുന്ന സാധനങ്ങളൊന്നും ഒഴിവായി ചെറിയ ഇത്തരം സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാൽ ഹെൽത്തിന് നല്ലതാണ് അല്ലേ? അപ്പോൾ എന്തായാലും നന്നായി. എന്തോ? എന്തായാലും നന്നായി. അതെ അതെ, എന്തായാലും നന്നായിരിക്കട്ടെ. കൂടുതൽ പേര് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് വരട്ടെ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അമ്മ കുഞ്ഞുമോളുടെ അടുത്ത് ഒന്ന് അന്വേഷണം പറയാം. ഞങ്ങളൊക്കെ അന്വേഷിച്ചു. ക്രിസ്മസ് നാളുകളിൽ നമുക്ക് ക്രിസ്മസ് സ്റ്റാർ കാണാം. അതും ഈറയിൽ തയ്യാറാക്കിയ സ്റ്റാർ. ഇപ്പോഴത്തെ പുതിയ LED സ്റ്റാറുകളുടെ ഇടയിൽ നമ്മുടെ പഴയ ഈറ സ്റ്റാർ അല്ലേ? ഈറയല്ലേ ഇത്? കെയിൻ സ്റ്റാർ. ഇത് എത്ര വർഷം? ഓരോ വർഷം കഴിയുന്നവരെ അഴിച്ചു മാറ്റി വെച്ചാൽ മതി.
മടക്കി മഴ നനയായിരുന്നു. അതെ അതെ പിന്നെ നശിച്ചു. അതെ, പണ്ട് നമ്മളിതുപോലെ തുണിയിൽ അല്ല തടിയിൽ അല്ല പേപ്പറിലായിരുന്നല്ലോ സ്റ്റാർ. ഇപ്പോഴെല്ലാം എല്ലാം മാറി ഇപ്പോൾ LED സ്റ്റാറുകളൊക്കെ ആയത്. പലതരത്തിൽ അതെ, നമുക്ക് നാച്ചുറലായിട്ടുള്ള സ്റ്റാർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് കൊണ്ടുപോകാം. ഇപ്പോൾ ചാടിയും ചരിഞ്ഞും ഒക്കെ കത്തുന്ന LED ലാമ്പുകൾക്കിടയിൽ ഇത് ഒരെണ്ണം കിടക്കട്ടെ എന്ന് വിചാരിക്കാം. പുതുവത്സരത്തെ പഴയൊക്കെ നമുക്ക് ഇച്ചിരി പഴമയോടുകൂടി ചിന്തിച്ചാൽ എന്താ കുഴപ്പം? അത് മാത്രമല്ല, വേറെ പല ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഈറയിൽ തയ്യാറാക്കിയ പല ഐറ്റംസ് ഉണ്ട് ഇവിടെ. വളരെ ക്രിയാത്മകമായിട്ട് നിർമ്മിച്ച വള്ളങ്ങളൊക്കെ ഉണ്ട്. ചില സാധനങ്ങളൊക്കെ വീട്ടിനെ അലങ്കരിക്കും. അതെ, അതാ ആലപ്പുഴ ഹൗസ് ബോട്ടിൽ പോയില്ലേലും ഇവിടെ വന്നാലൊരു ചെറിയ ഹൗസ് ബോട്ട് കാണാൻ നമുക്ക്. ഹാൻഡ് മെയ്ഡ് തന്നെയല്ലേ, കുറേ നേരം ഇരുന്ന് പണി, ഒരാൾ ഇരുന്ന് പണിഞ്ഞ് കുറേ ശ്രമം, കുറേ അവരുടെ ഒരു എഫർട്ടിനെ നമ്മൾ മാനിക്കുക. അത് നമ്മൾ ഒരുപാട് സാധനങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലൊക്കെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അതൊരു ചന്തമാണ്. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ, ന്യൂ ഇയർ ആശംസകൾ എല്ലാം നേരെയാണ് ഈ നാടൻ സ്റ്റാറിൻ്റെ മുമ്പിൽ നിന്ന്.